ഹായ് ഡിയേഴ്സ്, ജെഇ മെയിൻ എക്സാമിനേഷൻ ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഓരോന്നും സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ജെഇ മെയിൻ നീറ്റ് 2021 എക്സാമിനേഷൻ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജെഇ മെയിൻ nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്. ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ ഫോർ ജെഇ മെയിൻ. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സ്റ്റെപ്പ് ടു അപ്ലൈ ഓൺലൈൻ ആപ്ലിക്കേഷൻ. നമുക്ക് ചെയ്യാനുള്ള 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അപ്ലോഡ് സ്കാൻ ഫോട്ടോ സിഗ്നേച്ചർ, പേ എക്സാമിനേഷൻ ഫീ. ഇത് 4 നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. നിങ്ങൾ ആദ്യമായി ജെഇ മെയിൻ അപേക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അവർ അങ്ങനെ ലോഗിൻ ചെയ്ത് പോകാവുന്നതാണ്. ഇനി നിങ്ങളും ആദ്യത്തെ ഫെബ്രുവരി മാസം എഴുതി മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഈ ഒരു വിൻഡോയിലൂടെയാണ് നിങ്ങൾ കയറി വരേണ്ടത്. അതായത് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും കിട്ടും. അപ്പൊ ഇതിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ പുതുതായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏതൊക്കെയാണ് പേപ്പർ അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം. ബിടെക് ഉണ്ട്, BArc ഉണ്ട്, ബി പ്ലാനിംഗ് ഉണ്ട്. ഇത് 3ഉം എഴുതുന്നവരുണ്ടാകാം. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ ഒരു പേപ്പർ മാത്രമാണെങ്കിൽ 650, ഫീമെയിൽ ആണെങ്കിൽ 325. ഔട്ട് ഓഫിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. ഇന്ത്യയുടെ പുറത്താണെങ്കിൽ 3000, 1500 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോന്റെ അകത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ ഫോമാറ്റിലാണ് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് ഫോട്ടോയുടെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ പറയാണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് 80% നിങ്ങളുടെ ഫേസും അതുപോലെ തന്നെ ചെവിയും കാണത്തക്ക രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. വിദ്യാർത്ഥികളെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ഇതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ്, വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങളൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡിലേക്ക് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. നിങ്ങളുടെ SLCയുടെ കോപ്പിയിൽ SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ സ്പെല്ലിംഗ് കാര്യങ്ങൾ അതെല്ലാം അതേപോലെ തന്നെയായിരിക്കണം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. യാതൊരു മാറ്റവും ഉണ്ടാവരുത് കുട്ടികൾ. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരുത്തുവാൻ വളരെ പ്രയാസമാണ്. അത് നിങ്ങളുടെ അഡ്മിഷനെ വരെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ SLCയിലെ കാൻഡിഡേറ്റ്സ് നെയിം, നിങ്ങളുടെ പേര് എഴുതണം. പലർക്കും ഇവിടെ പേര് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഇനീഷ്യൽ വരുന്ന ഒരു ഡോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോട്ട് കൊടുക്കേണ്ട, സ്പേസ് കൊടുത്താൽ മതി. അപ്പൊ അതിവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങളുടെ പേര് അഭിനവ് കൃഷ്ണ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അഭിനവ് കൃഷ്ണ സ്പേസ് ഇടാം. എന്നിട്ട് നിങ്ങളുടെ ഇനീഷ്യൽ N സ്പേസ് P, ഇനീഷ്യൽ NP ആണെങ്കിൽ N സ്പേസ് P എഴുതിയാൽ മതി. അതുപോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഒറിജിനൽ SLC കോപ്പി എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന CBSE ബോർഡ് ആണെങ്കിൽ അതിന്റെ കോപ്പിയിൽ വരുന്ന അതേ സ്പെല്ലിങ്ങോട് കൂടി തന്നെ എഴുതുക. ജെൻഡർ സെലക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഐഡന്റിറ്റി ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഐഡന്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ കാണിക്കേണ്ടി വരും എക്സാമിനേഷന്. അപ്പൊ അത് ഏത് ID കാർഡാണോ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ആധാർ കോപ്പി ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, സ്കൂൾ ID കാർഡ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു
ID കാർഡ് ഉണ്ടാവണം, ഗവൺമെന്റ് ഐഡന്റിറ്റി ഫോട്ടോഗ്രാഫ്സും ഉണ്ടായിരിക്കണം. ഇതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ID കാർഡായിട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഒരു കാർഡിലുള്ള ഡീറ്റെയിൽസും കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ID കാർഡിന്റെ നമ്പറായ ഐഡന്റിഫിക്കേഷൻ നമ്പറും കൂടി നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി അഡ്രസ് ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ലൊക്കാലിറ്റി ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. കൺട്രി സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് ഏതാണ്, പിൻകോഡ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഇവിടെ ക്ലിക്ക് ചെയ്യുക. സെലക്ട് സ്റ്റേറ്റ്, നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം. എല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കണം. നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നതും അതുപോലെ SMS ലഭിക്കുന്നതുമായിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പെർമനന്റ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അതേ അഡ്രസ് ആണെങ്കിൽ സെയിം എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത അഡ്രസ്സാണ് പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ അഡ്രസ് മാറ്റമുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ അഡ്രസ് കാര്യങ്ങളൊക്കെ തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാസ്വേഡ് ആണ്. നിങ്ങൾക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പൊ പാസ്വേഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇപ്പൊ എക്സാമ്പിള് നിങ്ങൾക്കൊരു നെയിം ആണ്, നിങ്ങളുടെ നെയിം ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിഹാൽ ആണെങ്കിൽ N ക്യാപിറ്റൽ, നിഹാൽ @ ഒരു നമ്പർ ഉണ്ടായിരിക്കണം 1 2 3. ഈ രീതിയിലാണ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. നേഹയാണെങ്കിൽ നേഹ @ 1 2 3 4 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. 8 മുതൽ 13 വരെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രം നോക്കുക. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവണം, നമ്പർ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് കാര്യം. നിങ്ങൾക്ക് മെമ്മറിയിലുള്ള പാസ്വേഡ് ആയിരിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് ആണ് നല്ലത്. നിങ്ങൾക്ക് ഓരോ ടൈമിലും ഇത് അടിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാവും. അപ്പൊ ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നിങ്ങൾ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക. ഈ ഒരു സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. വളരെ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധാപൂർവമാണ് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോളം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെഡ് മാർക്കിൽ കാണും. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ പോവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വീണ്ടും കറക്റ്റ് ചെയ്യാവുന്നതാണ്. അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ്. എപ്പോഴും നമ്മളൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോയിലേക്കാണ് നമ്മൾ കിടക്കുക. ഇവിടെ ഒരു റിവ്യൂ പേജ് നമുക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇനി ഈ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിൽ ഇൻഫോർമേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം നടത്താവുന്നതാണ്. ഈ കോളം നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. എന്തെങ്കിലും ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഇനി ഓക്കെ ആണെങ്കിൽ, എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. റിവ്യൂ പേജ് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരും പർട്ടിക്കുലേഴ്സ് ചെക്ക് ലിസ്റ്റ് ടു ബി വെരിഫൈഡ്. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾ ടിക്ക് കൊടുക്കുക. മൈ നെയിം കറക്റ്റ് ആണ്, ഫാദേഴ്സ് നെയിം കറക്റ്റ് ആണ്, മദേഴ്സ് നെയിം കറക്റ്റ് ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണ്, ജെൻഡർ കറക്റ്റ് ആണ്, അഡ്രസ് കറക്റ്റ് ആണ്, മൊബൈൽ നമ്പർ കറക്റ്റ് ആണ്, ഇമെയിൽ ID കറക്റ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഐ എഗ്രി കൊടുത്തു, ഫൈനൽ സബ്മിറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ കൺഫേം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫോം ഫൈനലി, അപ്പൊ നമ്മൾ യെസ് ബട്ടൺ കൊടുത്തു. അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോമിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ വീണ്ടും നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഓർ 12th ഇക്വലന്റ് പാസ്ഡ് ആണെങ്കിൽ, നിങ്ങളിപ്പം പാസ്സായ കുട്ടികളാണെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കാറ്റഗറി. ഇവിടെ നോക്കുക, കാറ്റഗറി നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ
ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ എല്ലാം തന്നെ കറക്റ്റ് SC ആണെങ്കിലും ST ആണെങ്കിലും OEC ആണെങ്കിലും OBC ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ തഹസിൽദാർ എടുത്തുനിന്നാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡിങ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആർ യു ഡയബറ്റിക്? അപ്പോൾ ഇവിടെ അത് കൊടുക്കാവുന്നതാണ്. പ്ലേസ് ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. അർബൻ ആണോ റൂറൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഓരോ കുട്ടിയുടെയും ഏരിയ അനുസരിച്ചിട്ട് ടൗണിലാണെങ്കിൽ നിങ്ങൾക്ക് അർബൻ ഏരിയാസ് കൊടുക്കാം. ഇനി ഇവിടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് വേറൊരു ഡൗട്ട് ഉണ്ടാവുന്നത്. സെൽഫ് സ്റ്റഡി, ഇത് നിങ്ങളുടെ റാങ്കുമായിട്ടൊന്നും ബാധിക്കുന്നില്ല, അഡ്മിഷനായിട്ടൊന്നും ബാധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് കൊടുക്കാവുന്നതാണ്. അതേ കുട്ടികളും സെൽഫ് സ്റ്റഡി എന്ന് കൊടുക്കാം. ഇനി മീഡിയം ഓഫ് സ്കൂൾ ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന മീഡിയം ഏതായിരുന്നു എന്നുള്ളതാണ്. സാധാരണ കേസിൽ നിങ്ങളുടെ മീഡിയം ഇംഗ്ലീഷ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തത് അപ്ലൈ ഫോർ ആണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികളെ, അപ്ലൈ ഫോറിൽ നിങ്ങൾ ഏതാണോ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്, BTech മാത്രമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കൊടുക്കാം, BR ഓൺലി ആണെങ്കിൽ, B പ്ലാനിങ് ഓൺലി ആണെങ്കിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് 2 എണ്ണം ആണെങ്കിൽ, ഇനി 3 അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ BTech, BR, B പ്ലാനിങ്, അത് ഓരോ കുട്ടിയുടെയും ചോയ്സ് അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതനുസരിച്ച് നിങ്ങൾ അതിന്റെ ഫീസും അടയ്ക്കേണ്ടി വരും. ഓരോന്നിൻ്റെതായ ഫീസ് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് BTech ആണെങ്കിൽ BTech ഓൺലി കൊടുക്കാവുന്നതാണ്. എക്സാം സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് 4 ചോയ്സുകളുണ്ട്. നമ്മൾ എല്ലാം കേരള തന്നെ കൊടുക്കാം. പക്ഷെ കേരളയിൽ തന്നെ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആദ്യം കൊടുക്കുക. 95% നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ചോയ്സ് തന്നെയാണ് ലഭിക്കാറുള്ളത് എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട്. അപ്പോൾ അത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരോന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ 4 ചോയ്സ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ 4 സെക്ഷൻസുകളായിട്ടാണ് JEE മെയിൻ കണ്ടക്ട് ചെയ്യുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മാസമാണ് ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരി കൊടുക്കാം. ഈ 4 നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ 4 കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. 2600 രൂപയായിരിക്കും ബോയ്സ് അടയ്ക്കേണ്ടത്. ഗേൾസ് 1300 രൂപ ഒന്നിച്ച് അടയ്ക്കേണ്ടി വരും, 4 കൂടിയാണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഒരു മാസത്തെ മാത്രം അടച്ച് അടുത്ത തവണ എക്സാം എഴുതുന്ന സമയത്ത് ആ ടൈമിൽ നിങ്ങൾക്ക് ബാക്കി തുക അടയ്ക്കാവുന്നതാണ്. എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസുകളും ഉണ്ട്. ഒന്നിച്ചും അടയ്ക്കാം, ഓരോരോ സെക്ഷൻ ആയിട്ടും നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തിൽ മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും ഉണ്ടാകുന്നത്. മലയാളവും വിത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. 10th ഓർ ഇക്വലന്റ് എക്സാമിനേഷനും 12ന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കത് ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതെ, നമ്മൾ 10th ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. പാസ്ഡ് സെലക്ട് ചെയ്തു. അടുത്തത് ക്വാളിഫയിങ് എക്സാമിനേഷൻ, ഇക്വലന്റ് എക്സാമിനേഷൻ, പ്ലേസ് ഓഫ് സ്കൂളിംഗ്, അർബൻ ആണോ റൂറൽ ആണോ ടൗൺ ഏരിയ ആണോ. അടുത്തതായിട്ട് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണോ ഉള്ളത്, നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതാണോ ഉള്ളത് സ്കൂള്, അത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. സ്കൂൾ ബോർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏത് ബോർഡാണ്, നമ്മൾ CBSE ബോർഡാണെങ്കിൽ ആ ബോർഡുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ആണെങ്കിൽ K എന്നുള്ള സിമ്പലിൽ കേരള സ്റ്റേറ്റ് ബോർഡിൽ സെലക്ട് ചെയ്യാം. ഇയർ ഓഫ് പാസിംഗ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് മോഡാണ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നത്. ഇവിടെ നമുക്ക് റിസൾട്ട് മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഏത് രീതിയിലാണ്, നമ്മൾ പെർസെന്റേജ് ആണെങ്കിൽ പെർസെന്റേജിൽ കൊടുക്കാവുന്നതാണ്. ഒബ്റ്റെയിൻ മാർക്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രയാണോ ഇവിടെ മാർക്ക് കിട്ടിയിരിക്കുന്നത് അതിവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. റോൾ നമ്പർ കൊടുക്കാം. നിങ്ങളുടെ സ്കൂൾ കോളേജ് നെയിം ആൻഡ് അഡ്രസ്, സ്കൂൾ കോളേജ് പിൻകോഡ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. സെയിം നമ്മളിവിടെ 12ന്റേത് നമ്മളിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ 12th നിങ്ങൾക്ക് ഇവിടെ പാസ്ഡ് ആണെങ്കിൽ അപ്പിയറിംഗ് ആണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സെലക്ട് ചെയ്യുന്ന ഇവിടെയാണ് ഒരു സംശയം ഉണ്ടാവുക. ഇവിടെ ഒരുപാട് ചോയ്സുകളുണ്ട്. ഡിപ്ലോമ റെക്കഗ്നൈസ്ഡ് ബൈ AICT, എനി പബ്ലിക് സ്കൂൾ ബോർഡ്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓരോ സെക്ഷനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ദ ഫൈനൽ എക്സാമിനേഷൻസ് ഓഫ്
10+2 system conducted by any recognized central state board such as Central Board of Secondary Education ആണ് നമ്മൾ ഇതിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മാത്രമേ സംശയമുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾ അർബൻ ഏരിയയിലാണോ, ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്കൂൾ കോളേജ് നെയിം ആൻഡ് അഡ്രസ്, സ്കൂൾ കോളേജ് പിൻകോഡ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഡീറ്റെയിൽസുകളൊക്കെ തന്നെ ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി അഡീഷണൽ ഡീറ്റെയിൽസ് ആണുള്ളത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഫൈനലി നമ്മൾ സെക്യൂരിറ്റി പിന്നൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ പൂർത്തിയായിട്ട് കഴിഞ്ഞു. രജിസ്ട്രേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ് കടക്കാനുള്ളത്. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷൻ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഡാറ്റാസ് എല്ലാം തന്നെ അതിൽ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കോഡും അടിച്ച് നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ പേജ് നമുക്ക് കിട്ടും. അപ്പോൾ റിവ്യൂ പേജിലൂടെ നമ്മൾ ഒന്നുകൂടി കണ്ണോടിക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോമും കൂടി ഉണ്ട്. അപ്പം നമുക്കത് റിവ്യൂ ഫോമാറ്റ് കാണാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനലായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെയും നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസിലേക്ക് ഇത് ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഫില്ല് ചെയ്യണം. പർട്ടിക്കുലേഴ്സ് ഓഫ് ചെക്ക് ലിസ്റ്റ് ടു ബി വെരിഫൈഡ്. ഇത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. മൈ നെയിം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഫാദേഴ്സ് നെയിം കറക്റ്റ് ആണ്. മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, ഇതെല്ലാം വീണ്ടും ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മോഡ്, സെക്ഷൻ അപ്ലൈ, എക്സാമിനേഷൻ സിറ്റീസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ കൊടുത്തതൊക്കെ തന്നെ വീണ്ടും നമ്മൾ ടിക്ക് ചെയ്ത് പോയിട്ടാണ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കേണ്ടത്. ഇപ്പം എല്ലാം ടിക്ക് ചെയ്ത് നമ്മളെല്ലാം ഒന്നും കൂടി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഐ എഗ്രി ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തു. ഇവിടെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡു യു വിഷ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫൈനലി എന്ന് നമ്മളെല്ലാം കറക്റ്റ് ആണെങ്കിൽ യെസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 സെക്ഷൻസ് കംപ്ലീറ്റ് ആയി. രജിസ്ട്രേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡോക്യുമെന്റ് അപ്ലോഡഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ലാസ്റ്റ് നമ്മൾ ഫീ പേയ്മെന്റുമാണ് നടത്തേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോ സമയങ്ങളിലായിട്ട് നടത്താവുന്നതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി അതും നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഓരോ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയായി നിങ്ങൾ സിസ്റ്റം ഓഫ് ചെയ്തു. രണ്ടാം ഘട്ടം നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറും കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എൻ്റർ സെക്കൻഡ് ഘട്ടത്തിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അപ്ലോഡഡ് ഇമേജസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻസ് ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നില്ല. പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഫോട്ടോഗ്രാഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കാണത്തക്ക രീതിയിലാണ്. മാസ്കോ ഒന്നും തന്നെ ഉണ്ടാവരുത്. നമ്മുടെ ചെവി രണ്ടും ശരിക്കും കാണണം. ഈ രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡോക്യുമെന്റ്സിന്റെ സൈസ് ഉണ്ട്. JPGയിലാണ്. മിനിമം സൈസ് 10 KB ആണ്. മാക്സിമം സൈസ് 200 KBയിലാണ്. നമ്മൾ ഇതിന്റെ ഇടക്കുള്ള സൈസിലാണ് നമ്മൾ നമ്മുടെ ഈ ഫോട്ടോഗ്രാഫ് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചറും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് JPG ഫോർമാറ്റിലാക്കിയിട്ട് നിങ്ങൾ സിഗ്നേച്ചറിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളത് സൈസ് 4ന്റെയും 13ന്റെയും ഇടക്കുള്ള സൈസിലാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൈസ് പോരെങ്കിൽ അത് അപ്ലോഡ് ആവില്ല. അപ്പം നമ്മൾ വീണ്ടും മിനിമൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സുകളുടെ സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി റിസർവേഷൻ കിട്ടണമെങ്കിൽ അതിന്റെ കറക്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആദ്യം വില്ലേജ് ഓഫീസറെയും കാണുക. അവിടെ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് തഹസിൽദാർ എടുത്ത് പോയിട്ടാണ് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും വാങ്ങേണ്ടത്. നിങ്ങൾക്ക് OBCയുടെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ SC ST OEC കോട്ടയുടെ സർട്ടിഫിക്കറ്റുകൾ, EWS സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ടുള്ള, അതായത് അത് പ്രത്യേകം വീണ്ടും പറയാൻ കാരണം
നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ അഡ്മിഷൻ സമയത്ത് വരെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് തഹസിൽദാർ എടുത്ത് തന്നെ വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സൈസും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എല്ലാം 350 KB എല്ലാം കൂടി ഒരു PDF ഡോക്യുമെൻ്റ് ആയിട്ടാണ് എന്നിട്ട് നിങ്ങൾ ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ, നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോഗ്രാഫും നിങ്ങളുടെ സിഗ്നേച്ചറും എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എല്ലാ ഇമേജസും അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം. സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫീ പേയ്മെൻറ്റ് സെക്ഷനിലേക്കാണ് എത്തുന്നത്. നമ്മൾ ഈ ഒരു നാലാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ ഫീ പേയ്മെൻറ്റ് നമ്മൾ നടത്തുന്നത് അവിടെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. SBI, ICIC, HDFC ഏത് ബാങ്കിൽ കൂടെയും Paytm ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവിടെയുണ്ട്. ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് അവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു കൺഫർമേഷൻ പേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ കൊടുത്തിട്ട് എല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ JEE എക്സാം എഴുതുന്ന അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന കാര്യം. അത് അപ്ലോഡ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മളൊരു എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ പേരിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത്. പല വിദ്യാർത്ഥികളും പ്രൈവറ്റ് ഏജൻസികളെയൊക്കെ ഏൽപ്പിച്ച് ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ റിസർവേഷൻസ് OBC ആണെങ്കിൽ അതുവരെ കിട്ടാതായിട്ടുണ്ട്. ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. നമ്മുടെ ഫോമുകൾ, നമ്മുടെ കൺഫർമേഷൻ പേജ് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും എറേഴ്സുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഈ ഒരു ടൈം ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അത് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി 19, 20, 21 തീയതികൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയം വരെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ഒരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.